സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിങ്ങളുടെ റീൽസ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാം, അതൊരു ബിസിനസ് കിട്ടാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങളൊരു സ്മോൾ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലാർജർ കോർപ്പറേറ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നിങ്ങൾക്ക് അതുവഴി ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയറിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാവരും നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം കയറി നോക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു കഫേ പോലത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫാഷൻ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ ഒരു കഫേ പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നോക്കും, റിസോർട്ടിൽ പോകുന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കും. അല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ടുള്ള സ്റ്റോർ ആണെങ്കിൽ ഫാഷൻ സ്റ്റോർ ആയിക്കോട്ടെ, ബാഗ് വിൽക്കുന്നവരായിക്കോട്ടെ, ഇതെല്ലാം ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇപ്പം വീഡിയോയ്ക്കാണ്, മീൻസ് റീൽസിലാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടുന്നത്. സോ അപ്പം ഒത്തിരി ബിസിനസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, റീൽസ് കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നിനും ആ റീച്ചിലോട്ട് എത്താൻ പറ്റുന്നില്ല. സോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ റീൽസ് എന്ന് പറയുന്നത് ഇപ്പം ആൾക്കാർ സോഷ്യൽ മീഡിയ കയറുന്നത് തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഇടയ്ക്കായിരിക്കും കയറുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും കയറുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു ബോറിംഗ് ആയിട്ടുള്ള പ്രൊമോഷണൽ കണ്ടന്റ് അല്ല അവർ നോക്കുന്നത്, അവർക്കൊന്നെങ്കിൽ ഒരു ഹെവി ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു റീൽസ് ആയിരിക്കും അവർ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നോക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു എൻ്റർടൈനിങ് സംഭവം അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് സാധനങ്ങൾ വരുമ്പം അപ്പം ഞാനാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് എനിക്ക് ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം പറ്റണം. ഒരു ഇൻഫർമേഷൻ ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതിനെക്കുറിച്ച് റീൽ വരുമ്പോൾ അതിൽ ഇൻഫർമേറ്റീവ് റീലാണെങ്കിൽ ഐ സെൻഡ് ഇറ്റ് ടു മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫണ്ണി ആയിട്ടുള്ള സാധനം വരുമ്പം എനിക്ക് റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഫ്രണ്ടുമായിട്ടുള്ള ആളെ പോലത്തെ ഒരു റീലാണ് വന്നിരിക്കുന്നത്. സോ ആ ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഷെയർ ബട്ടൺ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ സേവ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഷെയർ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഒരു മേ ബി 5-6 ഫ്രണ്ട്സ് ഉള്ള ഒരു ഗ്രൂപ്പ് കാണും, അങ്ങോട്ടായിരിക്കും ആൾക്കാർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനായിരിക്കും ഷെയർ ചെയ്യുന്നത്. സോ അപ്പം ഷെയർ കിട്ടുന്ന രീതിയിൽ വേണം നമുക്കിത് ടോട്ടലി സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒരു ജസ്റ്റ് പ്രൊമോഷണൽ റിലേറ്റ് കഴിഞ്ഞാൽ ഒന്നാമത് അത് ആരും എടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നില്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽ എന്ന് വെച്ചാൽ ഒത്തിരി ലെങ്ത് ആവാൻ പാടില്ലല്ലോ, മാക്സിമം 1 മിനിറ്റ് അണ്ടർ കീപ്പ് ചെയ്യണം. സോ 1 മിനിറ്റിലോട്ട് മുഴുവൻ ആൾക്കാർ കാണണോ വേണ്ടത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു 3-4 സെക്കൻഡാണ്. അതിനെയാണ് ഹുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റീൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എങ്ങനെയായിരിക്കും എൻ്റെ റീൽ തുടങ്ങാൻ പോകുന്നത്. അതെ, നിങ്ങൾ നോർമലി ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾ എല്ലാ റീലും ഫുള്ള് കണ്ട് നോക്കത്തില്ലല്ലോ. നിങ്ങൾ വരുന്നു, കാണുന്നു, ഒരു 2-3 സെക്കൻഡ് നോക്കുന്നു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അവിടെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണം. ആ ആദ്യത്തെ 3 സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ അവരുടെ സമയം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ആ റീല് കാണത്തുള്ളൂ. സോ അപ്പം ആദ്യത്തെ 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഇപ്പോൾ റീൽസിൽ. സോ ഇപ്പോൾ തുടങ്ങുമ്പോൾ മേ ബി 2-3 എക്സാമ്പിൾസ് കാണിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തുടങ്ങാം, എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ. ഇപ്പോൾ നിങ്ങളൊരു സാലൺ ഓടിക്കുന്ന ഒരാളാണ്, അപ്പം എ ഡേ ഇൻ എ ലൈഫ് ആസ് എ ബ്യൂട്ടീഷ്യൻ, അങ്ങനെ പറഞ്ഞിട്ടൊരു ബുക്ക് വെച്ച് തുടങ്ങുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് ഒരു ബ്യൂട്ടീഷ്യനിൽ എന്തൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ദന്തൽ ക്ലിനിക്ക് റൺ ചെയ്യണം, അപ്പോൾ ഡേ ഇൻ എ ലൈഫ് ആസ് എ ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നമുക്ക് വേറെ ഐഡിയാസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് കാണുമല്ലോ, അപ്പം നിങ്ങൾക്ക് പറയാം നിങ്ങളൊരു ഫാഷനെ കുറിച്ച് നല്ലോണം ഐഡിയ ഉള്ള ഒരാളാണ്, ഫാഷൻ ബ്ലോഗിങ് ആണ് ചെയ്യുന്നത്. അപ്പം വേണമെങ്കിൽ പറയാം യു ആർ വെയറിങ് യുവർ ടോപ്പ് റോങ്ലി, അല്ലെങ്കിൽ യു ആർ ഡൂയിങ് യുവർ ഹെയർ റോങ്. അങ്ങനെ ഒരു ഹുക്ക് ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്നുള്ള രീതിയിൽ തുടങ്ങുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെയുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പിന്നെ വേറൊരു എക്സ്പെർട്ടൈസ് ഉണ്ട്, എന്തെങ്കിലും എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് റീൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ പറയാം ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഡിഡ് ഇൻ മൈ ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പം വേറൊരു എക്സ്പെർട്ടായിട്ടാണ്, ഇപ്പം നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പം ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഡിഡ് ഇൻ മൈ ഫോട്ടോഗ്രാഫി കരിയർ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ, കാരണം എല്ലാവർക്കും നിങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവരും നിങ്ങളെ കഴിഞ്ഞ എക്സ്പീരിയൻസ് കുറവുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ തന്നെ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞ് ഒരു ഹുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു 3-4 എക്സാമ്പിൾസ് പറഞ്ഞോളൂ. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ വാച്ച് ദിസ് വീഡിയോ അണ്ടിൽ ദ എൻഡ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ സേവ് ദിസ് വീഡിയോ, അല്ലെങ്കിൽ അവസാനം ഈ ഹുക്ക് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 3 സെക്കൻഡ് ഹുക്ക് കഴിഞ്ഞാൽ ഒരു മെയിൻ കണ്ടന്റ് വരുള്ളൂ. അത് എപ്പോഴും എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഒത്തിരി ലോങ് ആകല്. എപ്പോഴും എല്ലാ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഷോട്ട് വരണം. ലൈക്ക് മേ ബി നിങ്ങളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ സൂം ഇൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക എല്ലാ 3 സെക്കൻഡിലും. പിന്നെ വേറൊരു ഇമേജസ് നമ്മൾ പറയുന്നതിനെക്കുറിച്ച് ഇമേജ് കാണിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണിക്കുക. അപ്പം ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ടിരിക്കുന്ന ആ റീൽസ് എല്ലാ 3 സെക്കൻഡിലും എന്തെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ സൂം ഇൻ, സൂം ഔട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റോ അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നാലേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഹുക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിങ് ഭയങ്കര സ്റ്റോറി എഡിറ്റ്സും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എഗെയിൻ അവരുടെ അറ്റൻഷൻ നമ്മുടെ നിന്ന് പോകും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ഇൻ ക്യാമറ ആംഗിൾ ചിലപ്പോൾ സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സൂം ഇൻ, സൂം ഔട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യേണ്ടി വരും.
ആ ടൈപ്പോഗ്രഫി ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ റീൽ നിങ്ങൾക്കൊരു CTA വേണം. CTA എന്ന് വെച്ചാൽ കോൾ ടു ആക്ഷൻ. അതായത് ചുമ്മാ നല്ലൊരു റീൽ ഉണ്ടാക്കി ഹുക്ക് നല്ലതാണ്, ബോഡി നല്ലതാണ്, ചുമ്മാ അങ്ങ് എൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ലൂസ് ആക്കുന്നുണ്ട്. അതായത് അവസാനം വേണമെങ്കിൽ പറയാം, ഷെയർ ദിസ് വിത്ത് എ ഫ്രണ്ട് ഹു മൈറ്റ് ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറയുമ്പം ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ സാധാരണ ഒരു 50 ഷെയർ കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ 70 ഷെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്, ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതാണ്, നിങ്ങളൊരു ഡയറ്റീഷ്യനാണ്, അപ്പോൾ നിങ്ങളൊരു നല്ല റീൽ ഉണ്ടെങ്കിൽ നല്ല ഹുക്ക് വെച്ച് നല്ല ബോഡി കണ്ടന്റ് വെച്ചു പിന്നെ നല്ലൊരു അവസാനം എൻഡിങ് CTA ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യൂ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം DMൽ അയച്ചു തരാമെന്ന് പറയും. അതൊരു നല്ലൊരു CTA ആണ്. അതായത് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം, മിനി ചാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു കീവേഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓരോ ആൾക്കാരുടെ ഇൻബോക്സിലോട്ട് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഡേറ്റയും കിട്ടും. ലൈക്ക് ആരൊക്കെയാണ് നിങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അവരെ മേ ബി കണക്ട് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യാം, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ലിസ്റ്റിലോട്ടൊക്കെ ആഡ് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് റീൽസിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ആദ്യത്തെ 3 ഹുക്സ്, പിന്നെ എഡിറ്റിങ്, എല്ലാ 3 സെക്കൻഡ്സിലും ചേഞ്ച് ഇൻ ആംഗിൾ എക്സെട്ര അല്ലെങ്കിൽ ഇമേജസ് കൊണ്ടുവരണം. ലാസ്റ്റ് ഒരു സ്ട്രോങ് CTA, ഐദർ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള CTA. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കണ്ടന്റ് ഷുഡ് ബി ജനറിക്. മേ ബി നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസ് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വേറെ കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങളെ കഴിയും ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാമേഴ്സ് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഒരു ബിസിനസ്സിന്, സ്മോൾ ബിസിനസ്സിന് ഇൻസ്റ്റാഗ്രാം യൂട്ടിലൈസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം റീൽസിനെ എങ്ങനെ ബെറ്റർ ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് വീഡിയോ ആണ് ഇത്. സോ ഇപ്പോൾ ഇതിനെക്കുറിച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് വരാം. നമ്മുടെ ബ്ലൂസ്റ്റിക് അക്കാഡമി കോട്ടയത്ത് ഓഫ്ലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫുള്ളി പഠിപ്പിക്കുന്നുണ്ട്. 3 months ഒരു 3 months ടൈമിൽ നിങ്ങൾ ഫുള്ളി പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും, ഇൻക്ലൂഡിങ് ഇൻസ്റ്റാഗ്രാം റീൽസ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമ്മുടെ bluestickacademy.com എന്ന വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാം. സോ താങ്ക് യു സോ മച്ച്. സോ ഈ വീഡിയോ സീരീസ് ഇസ് അബൌട്ട് ഗിവിങ് യു വാല്യൂ. ഒരു സ്മോൾ ബിസിനസ്സിനെ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ച് ഗ്രോ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ആണ് ഞങ്ങൾ തരാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ബൈ.